ഒരേപോലെ ഭക്ഷണമായിട്ടും മരുന്നായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലുവ. ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഉലുവ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്നാണ്. ഞാൻ ഡോക്ടർ മീര, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. ഉലുവ നമ്മൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉലുവയിൽ ധാരാളം ആൽക്കലോയിഡ്സ്, ഫൈബർ, പ്രോട്ടീൻസ്, അതേപോലെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഉലുവ സാധാരണയായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് വയറിനാണ്. ഒരുപാട് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉള്ളവർക്ക്, അസിഡിറ്റി ഉള്ളവർക്ക്, ദഹന പ്രശ്നമുള്ളവർക്ക്, അതേപോലെ തന്നെ മലബന്ധമുള്ളവർക്കൊക്കെ ഉലുവ കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ്. ഉലുവയ്ക്ക് അകത്തുള്ള കണ്ടൻ്റാണ് ഫൈബർ, റിച്ച് പ്രോട്ടീൻസ്, അതേപോലെ തന്നെ അയൺ എന്നിവ. ഇത് നമ്മളെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളെ തടയാൻ, എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഉലുവ നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മളെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് വയറിനെയാണ്. ഉലുവ ദിവസേന 1 സ്പൂൺ വീതം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക് ഒരുപാട് ഗുണകരമാവുന്നു. അതേപോലെ തന്നെ ഉലുവ ചതച്ച് അല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദഹന പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഉലുവയിൽ ഒരുപാട് ഫൈബർ റിച്ച് കണ്ടൻറ്റ് ഉള്ളതിനാൽ നമ്മൾ ഉലുവ കഴിക്കുന്നതിലൂടെ മലബന്ധം ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ഉലുവ നമ്മൾ ദിവസേന അരച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ചീത്ത കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് LDL, ചീത്ത കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡൊക്കെ ഒരുപാട് ഉയർന്നു കാണാറുണ്ട്. സോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവ ഹെൽപ്പ് ചെയ്യുന്നു. ഉലുവ വയറിനെ മാത്രമല്ല മറ്റ് ചില ഓർഗൻസിനെ കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാസ്, തൈറോയിഡ്, അതേപോലെ അണ്ഡാശയം പോലുള്ള ഗ്രന്ഥികളിൽ കൂടി ഉലുവ പ്രവർത്തിക്കുന്നു. പാൻക്രിയാസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന് വേണ്ടി ഉലുവ സഹായിക്കുന്നു. അതായത് പ്രമേഹ രോഗികൾ ഉലുവ ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പ്രമേഹം നിയന്ത്രിക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിൻ പ്രൊഡക്ഷൻ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ തൈറോയ്ഡ് രോഗമുള്ളവർക്കും, പ്രമേഹ രോഗമുള്ളവർ തലേ ദിവസം ഉലുവ കുതിർത്തിയിട്ടിട്ട് പിറ്റേ ദിവസം ഒരു 2 ടീസ്പൂൺ വെച്ചിട്ട് ദിവസേന കഴിക്കുകയാണെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസിനും അതേപോലെ തന്നെ പാൻക്രിയാസിൻ്റെ ഫങ്ഷൻസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉലുവ ഉപയോഗപ്പെടുത്തുന്നതാണ്. ഉലുവയ്ക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ് കൂടുതലായിട്ടും പാൻക്രിയാസിൻ്റെ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതായത് ഉലുവ കഴിക്കുന്നതിലൂടെ ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസും അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസും നമ്മളെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവും നിയന്ത്രിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഉലുവ കഴിക്കുന്നതിലൂടെ അതും കൂടി ബാലൻസ് ചെയ്യാൻ, ശരീരത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പതിവായി വ്യായാമം ചെയ്യുന്നവർക്കും ഉലുവ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വ്യായാമം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടോ വ്യായാമം ചെയ്യുന്നതിന് ശേഷമായിട്ടോ ഭക്ഷണത്തിൽ ഉലുവ ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിലെ ഫാറ്റ് കത്തിപ്പോവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളിൽ പൊതുവേ ഹൈപ്പോ ആൻഡ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരാണ്. അപ്പോൾ TSHൻ്റെ ലെവൽ കൂടുതലായിട്ട് കണ്ടുവരുന്നവരിൽ നമ്മൾക്ക് ഉലുവ കഴിക്കുന്നത് വഴി TSHൻ്റെ ഹോർമോണിൻ്റെ ബാലൻസ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഉലുവ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ടെൻഡൻസി ഉള്ളവർക്ക് പതിവായിട്ട് നമ്മൾ ഉലുവ കഴിക്കുകയാണെങ്കിൽ ഈ ഹോർമോൺസൊക്കെ ബാലൻസ് ചെയ്യാനും തൈറോയിഡിൻ്റെ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ ഉലുവ അണ്ഡാശയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അണ്ഡാശയത്തിൽ PCOD പോലത്തെ കണ്ടീഷൻ ഉള്ളവർക്കും അതേപോലെ മെൻസ്ട്രേഷൻ സമയത്തുണ്ടാകുന്ന ഓവർ ബ്ലീഡിങ്, പെയിൻ എന്നിവ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഉലുവ വെള്ളം വളരെയധികം നല്ലതാണ്. അതേപോലെ സ്ത്രീകളെ സംബന്ധിച്ച്
പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകൾക്ക് ചിലവർക്ക് പാലിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ പാല് കൂടുന്നതിന് വേണ്ടിയിട്ട് ദിവസേന ഉലുവക്കഞ്ഞി അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉലുവ ചേർത്ത് അല്ലെങ്കിൽ ഉലുവ ഒരു ടീസ്പൂൺ വെച്ചിട്ട് കഴിക്കുകയോ ഉലുവ വെള്ളം കുടിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നത് മുഖാന്തരം പാല് കൂടാൻ വേണ്ടിയിട്ട് പ്രസവിച്ച സ്ത്രീകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ചിലവർക്ക് ഈ അതിറോസ്ക്ലിറോസിസ് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ, അതായത് രക്തക്കുഴലിൽ ഫാറ്റ് കൊളസ്ട്രോൾ വന്നിട്ട് അടിഞ്ഞ് രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥയാണ് അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ BP കൂടുതലുള്ള ആളുകൾക്കും ഈ അതിറോസ്ക്ലിറോസിസ് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉള്ളവർക്ക് ഉലുവ കഴിക്കുന്നതിലൂടെ നമ്മളെ രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും ഇങ്ങനെയുള്ള ബ്ലോക്കേജ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ സാധാരണ പ്രമേഹവും അമിതവണ്ണവും ഉള്ളവർക്കാണ് ഉണ്ടാവാറുള്ളത്. സോ ഉലുവ കഴിക്കുന്നത് വഴി ഇങ്ങനെയുള്ള രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഉലുവയ്ക്ക് ഇൻഫ്ലമേഷൻ തടയാനുള്ള ഒരു കഴിവുണ്ട്. അതേപോലെ തന്നെ ഉലുവയ്ക്ക് മറ്റൊരു കഴിവ് കൂടിയുണ്ട്, ഇൻഫ്ലമേഷൻ തടയാനുള്ള കഴിവ്. ശരീരത്തിലുള്ള നീർക്കെട്ട് ഇല്ലാതാക്കാനും മസിൽ സ്ട്രെങ്ത് കൂട്ടാനും നമുക്ക് ജോയിൻറ്റ്സ് പെയിൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റുകളിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഉലുവയുടെ ഇല. ഉലുവയുടെ ഇല സ്ത്രീകളും കുട്ടികളും ദിവസേന കഴിക്കുന്നത് മുഖാന്തരം ബ്ലഡ് ഒരുപാട് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പണ്ടുള്ള ആളുകൾ ഉലുവ കഞ്ഞി ദിവസേന പാടത്തോ മറ്റോ പണിയെടുത്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കഴിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ക്ഷീണവും ജോയിൻറ്റ് പെയിനും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടുള്ളവർ ഉലുവ കഞ്ഞി ദിവസേന കുടിച്ചിരുന്നത്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഉലുവ ഒരു ദിവസം എത്ര ഗ്രാം വെച്ചിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്. സാധാരണ ഒരു മനുഷ്യൻ, അതായത് രോഗങ്ങളൊന്നും വല്ലാതെ ഇല്ലാത്ത ഒരാളാണ് ഉലുവ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വെച്ചിട്ട്, അതായത് ഒരു ദിവസം 25 ഗ്രാം വെച്ചിട്ട് ഒരു ദിവസം നമുക്ക് ഉലുവ കഴിക്കാം. നേരെ മറിച്ച് ഒരു പ്രമേഹ രോഗിയോ മറ്റെന്തെങ്കിലും അസുഖത്തിനെ കൊണ്ടാണ് നമ്മൾ ഉലുവ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഡോക്ടറുടെ സഹായം തേടിയിട്ട് ഏകദേശം ഒരു 50 ഗ്രാമെങ്കിലും നമുക്ക് ഉലുവ കഴിക്കാവുന്നതാണ് രോഗികൾക്ക്. അതേപോലെ തന്നെ പീരീഡ്സ് പെയിൻ ഉള്ളവർക്കും PCOD ഉള്ളവർക്കും പാലിൽ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടും കഴിക്കുന്ന സ്ത്രീകൾക്ക് ഉലുവ കഴിക്കണമെങ്കിൽ ഒരു ദിവസം 30 ഗ്രാം ഉലുവ കഴിക്കാം. അടുത്തതായി പറയാൻ പോകുന്നത് ഉലുവ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് പുറമേ സ്കിന്നിൽ നമുക്ക് ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഉലുവ നമ്മൾ തൈരുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഫേസിലും പല സ്കിൻ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ താരൻ, മുടി കൊഴിച്ചിൽ എന്നിവ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉലുവ ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. തലേ ദിവസം ഉലുവ കുതിർത്തിയിട്ടിട്ട് നമ്മൾ പിറ്റേ ദിവസം മിക്സിയിലൊന്ന് അരച്ചിട്ട് നമുക്ക് ഹെയറിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി കളയുകയാണെങ്കിൽ നമുക്ക് മുടിയുടെ സ്ട്രെങ്ത്തും താരനും സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടും ഉലുവ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഉലുവ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് കുറച്ച് പേർക്ക് കഴിക്കാൻ പറ്റും, കുറച്ച് പേർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഉലുവ ആർക്കൊക്കെ കഴിക്കാം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത്. ഉലുവ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമതായിട്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വുമൻസിന് ഉലുവ കൊടുക്കാൻ പാടില്ല. കാരണം ഉലുവയിൽ മസിൽ സ്ട്രെങ്ത്തിന് മുന്നേ പറഞ്ഞു മസിൽ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഉലുവ യൂട്രസിൽ പ്രവർത്തിച്ച് യൂട്രൈൻ കൺട്രാക്ഷൻ റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആയ വുമൻസിന് ഉലുവ കഴിക്കുന്നതിലൂടെ പെട്ടെന്നുണ്ടാകുന്ന യൂട്രൈൻ കൺട്രാക്ഷൻ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കും പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പെക്റ്റഡ് ഡെലിവറി ടൈമൊക്കെ പറയുകയാണെങ്കിൽ ഒരു 9th മന്ത് പ്രഗ്നൻ്റ്, അതായത് ഡെലിവറി ആവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഉലുവ കഴിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിന് കഴിക്കാവുന്നതാണ്.
പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഒരിക്കലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിന് ഉലുവ കൊടുക്കാൻ പാടില്ല. രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് രക്തക്കുഴലിൽ ബ്ലോക്കേജ് വന്നിട്ടുള്ള കണ്ടീഷൻ, അതായത് BP കൂടുതൽ, അതേപോലെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നവർ ഉലുവ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് കഴിക്കുന്നതിലൂടെ ചിലവർക്ക് ബ്ലീഡിങ് ടെൻഡൻസി കൂടുകയും അതായത് ചില രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിങ് വരാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഉലുവയുടെ പ്രധാന ഗുണങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് കരുതുന്നു. അപ്പോൾ ഉലുവ ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നിങ്ങളെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഡോക്ടർ മീര, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്. താങ്ക് യു.